ക്യാമ്പ് നമ്മുടെ നാട്ടിലെ എല്ലാം സർവ്വസാധാരണമായി ക്യാൻസർ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. നമ്മൾ വിഷാംശമുള്ള ഒത്തിരി ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ടുമൊക്കെയാണ് ക്യാൻസർ നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ള ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. വെള്ളൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറാണ്. ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ആന്റണി സാറും ഞാനും ഇവിടെ കൂടി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അന്നേരം വന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോൺ നമ്പർ വായിച്ചിട്ട് വിളിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, തീർച്ചയായും ഞാൻ വന്നിരിക്കും. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ നടത്തുന്ന ഒരു പരിപാടിയല്ലേ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഞാൻ വന്നിരിക്കും എന്ന് വളരെ സുതാര്യതയോടെ കാണുന്ന ഒരു ഡോക്ടറാണ്. എല്ലാ കാര്യത്തിനും ജനങ്ങളുമായിട്ടുള്ള നല്ല അടുപ്പമാണ്. 3 ഡോക്ടർമാർ ഇപ്പം അവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടർ നമ്മൾ നേരത്തെ ഇവിടെ ഇരുന്ന സുധർമണി മാഡമാണ്. മാഡം റിട്ടയർഡായിട്ട് രണ്ടാമത് മാഡത്തിൻ്റെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ പ്രോഗ്രാം ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തത് നമ്മുടെ ഇടവകാന്തമായ ആന്റണി സാറാണ്. ആന്റണി സാറ് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ അംഗമാണ്. ആന്റണി സാറാണ് ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഡിറ്റക്ഷൻ ക്യാമ്പിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ചേർന്നിട്ടുള്ള ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ക്ഷണിക്കുന്നു. കഴിയുമ്പോൾ അവർ കഴിഞ്ഞ് 6 ദിവസത്തെ അധ്വാനം അതിൻ്റെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കുക. എന്നിട്ട് അവിടുത്തെ റിലാക്സ് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ അങ്ങനെയല്ല. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നതാണ്. കുഞ്ഞുമക്കളുടെയൊക്കെ സാഹചര്യം കിട്ടിയാലും വേണ്ട എന്നാണ് പറയുക. ഇനിയും വേണം എന്ന് പറയുന്ന കൊച്ചുകൾ അത് ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങൾ അതിനോട് മാത്രമേ പറയുകയുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം മാറി, ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി. നമ്മൾ ഓർക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്താ പറഞ്ഞേക്കുന്നത്, എങ്ങനെ ഭക്ഷണം കഴിക്കാനോ പറയുന്നത് ദൈവം എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറയുന്നത് ശരീരം വേർക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാരണമാണ്. അറ്റ്ലീസ്റ്റ് നമുക്കിന്ന് ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ കായികമായിട്ടുള്ള കഠിനമായ അധ്വാനം ഉണ്ടാകും. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകൾ എന്താ പറയുക, സൈക്ലിംഗ് ആവാം, സൈക്കിളോട്ട് സൈക്ലിംഗ് ആവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോഴും നടത്തമാണ് വാക്കിംഗ് എന്ന് പറയുന്നത് ശരീരത്തിനെപ്പോഴും നല്ലതാണ്. പക്ഷെ നമ്മളതെന്താ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു കാര്യവും നമ്മളാരും ചെയ്യുന്നത് പ്രത്യേകമല്ല. നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയോടെ കൂടെ ചെയ്യുന്നതിൻ്റെ ഫലങ്ങളാണ് എല്ലാവർക്കും നന്മയായിട്ട് ഭവിക്കുന്നത്. ആ കൂട്ടായ്മയും ശക്തി നമ്മുടെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ദൈവത്തിൽ പറയുന്നത് തിന്നെ പോലെ അയൽക്കാരൻ ചെയ്യണം, അയൽക്കാരൻ്റെ കാര്യം നോക്കണം, പല കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടമൊന്നും പറയും. പക്ഷെ അപ്പൊ എല്ലാവർക്കും പല അസുഖങ്ങൾ വരും. പക്ഷെ ആർക്കും വരില്ല, ജീവിതമാർക്ക് വരില്ല. നമ്മൾ അങ്ങനെയുള്ളതും ചെയ്തിരിക്കും. നമ്മുടെ ശരീരത്തെ നമ്മൾ ലളിതമായെങ്കിലും ശക്തിപ്പെടുത്തുന്ന കുറെ കൂടെ അധ്വാനിക്കുന്ന രീതിയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ആയിരിക്കാൻ പ്രത്യേകമായിട്ട് മാമിനെ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. മാം ഈ സമയം ഉദ്ഘാടനമായിട്ടും അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഇൻഫോർമേഷൻ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മാഡത്തിൽ നമുക്ക് കേൾക്കാം. ക്യാൻസർ
ഇതുപോലെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തതുകൊണ്ടാണ് എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് 15 വർഷം കൂടി വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ പുള്ളിക്ക് ജീവിക്കാൻ പറ്റി. ഞങ്ങൾ കുറേ പ്രാവശ്യം എനിക്ക് ഓർമ്മയില്ല, ഞാൻ എൻ്റെ ചെറുപ്പത്തിലെയാണ് ഒരു ശബ്ദം പോകുന്നുണ്ടോന്ന് എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ അപ്പം പോയി കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന ആളാണ്, പിന്നെ അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് വിൻസെന്റിൽ കൊണ്ടൊരു ക്യാമ്പ് വന്നു. ക്യാമ്പ് വന്നതിന് ശേഷമാണ് അതിനകത്ത് പോയി അവിടെ ചെന്നു പങ്കെടുത്തു. ആദ്യത്തെ 2 ദിവസം മാത്രം അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ട് കണ്ടതായിട്ടാണ് വീട്ടുകാർ പറയുന്നത്. പിന്നെ ആൾ വളരെ ജോലിയായി. അതിനുശേഷം ഏകദേശം 5 വർഷത്തോളം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 15 വർഷത്തോളം ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. നമ്മെ സംബന്ധിച്ച് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനും അതിനുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അറിയുമ്പോൾ വൈകിപ്പോകും. അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മുടെ ഇങ്ങനെയുള്ള ക്യാമ്പുകളിലൂടെ കടന്നു പോവുക. അപ്പോൾ അവരിപ്പോൾ തന്നെ എത്തും. നമുക്ക് ടോക്കണൊക്കെ അനുസരിച്ച് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇതിനകത്ത് പങ്കുചേരാൻ പ്രത്യേകമായിട്ടും ഇതിനു വേണ്ടി മാത്രം അവിടെ ആരുമില്ലാഞ്ഞിട്ട് ഓടി വന്ന മാപ്പിന് ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പേരിൽ സെൻട്രൽ കമ്മിറ്റിയുടെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നന്ദി. വളരെ സിമ്പിളായിട്ട് കീമോതെറാപ്പി കൊണ്ട് നമുക്കതിനെ ഇല്ലായ്മ ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കീമോതെറാപ്പി മാത്രം പോരാതെ വരും. അതിനോടൊപ്പം തന്നെ റേഡിയേഷൻ ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ നോക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റേജിലെങ്കിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെടുകയും പോലും നമുക്ക് ആ രോഗം ഭേദമാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പോലും കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അവയവം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടേണ്ടി വരും. ഏത് അവയവത്തിനെയാണെങ്കിൽ ബാധിച്ചിരിക്കുന്നത് ചിലപ്പോൾ ആ അവയവം പൂർണ്ണമായിട്ടും എങ്കിൽ തന്നെയും നമുക്ക് ആളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഈ രോഗം വന്ന് അത് നമ്മുടെ ശരീരത്തിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ബാക്കിയുള്ള ആന്തരിക അവയവങ്ങൾ മുഴുവനും പെട്ടെന്ന് വ്യാപിക്കും. ആ ഒരു ഘട്ടത്തിലായിരിക്കും പലപ്പോഴും നമുക്ക് പുറമേയുള്ള സിംറ്റംസ് വല്ല മുഴയോ അതേപോലെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. പക്ഷെ അല്ലാത്ത സിംറ്റംസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് ഈ ആ നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേ ഈ സെർവിക്കൽ ക്യാൻസർ എന്നൊക്കെ പറയുന്നത്, അതായത് യൂട്രസ് ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കൊരു 15 വർഷം മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിൽ യൂട്രസ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 15 വർഷത്തിന് മുമ്പ്, അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ആ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിൽ അതിന്റെ സിംറ്റംസ് ഉണ്ടാകും. കോശങ്ങൾക്ക് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വ്യതിയാനം ഉണ്ടാകുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യാതൊരു സർജറിയോ ഒന്നുമില്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഒരു സമയത്ത് ഈ രോഗം കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ വേറെ ഈ ഒരു ക്യാൻസർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സ്ത്രീകൾക്ക്, അവർ തന്നെ പറയുന്നത് 80% സ്ത്രീകളായിരിക്കണം. 100 പേരെ നമ്മൾ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അതിൽ 80 പേര് സ്ത്രീകളായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾ ഈ ഒരു രോഗം ഹൈഡ് ചെയ്ത് വയ്ക്കാനായിട്ട് ഉള്ള സാധ്യത കൂടുതലാണ്. കാരണം പല കാരണങ്ങളുണ്ട്. അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ വൈകിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും, അത് നമ്മുടെ വീട്ടിലെ പ്രാരബ്ധങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടും ഈ രോഗം ഹൈഡ് ചെയ്ത് നമ്മൾ സ്ത്രീകൾ വയ്ക്കും. അതുകൊണ്ട് സ്ത്രീകൾക്കാണ് ഈ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പിൽ മുൻഗണന കൊടുക്കുന്നത്. മാറ്റിന്റെ ഒപ്പം നിൽക്കുകയായിരുന്നെങ്കിലേ
ക്യാൻസർ നിർണയ ക്യാമ്പിൻ്റെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന പരിശോധനകൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ കാര്യം ആദ്യമേ പറയാം. സ്ത്രീകൾക്ക് ഗർഭാശയ ഗളത്തിലുണ്ടാകുന്ന ക്യാൻസർ കണ്ടുപിടിക്കുന്ന പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പാപ്സ്മിയർ ടെസ്റ്റ് അല്ലെങ്കിൽ ഗർഭാശയ ഗള പരിശോധന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഗർഭാശയഗള ക്യാൻസറാണ് കേരളത്തിലെ സ്ത്രീകളിൽ കാണപ്പെട്ടു വരുന്ന ക്യാൻസറുകളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്. ഏറ്റവും മുമ്പിൽ ബ്രസ്റ്റ് ക്യാൻസറാണ്. ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ ഗർഭാശയഗള ക്യാൻസർ കണ്ടുപിടിക്കാൻ ഇതേപോലെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പള്ളിയുടെ ഒരു റൂമോ 1-2 റൂമുള്ള സൗകര്യമുള്ള സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അധികം സമയം വേണ്ട. വേദനയോ അങ്ങനെ മറ്റ് പാർശ്വഫലങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ പീരീഡ്സ് ഉള്ള സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ 10th ഡേ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പരിശോധന നടത്തുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലീഡിങ് ഉള്ള സമയത്ത് നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇതിന് പഠിക്കാനുള്ള അധികം കോശങ്ങൾ കാണത്തില്ല. അപ്പം നമ്മൾ പീരീഡ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആർത്തവം കഴിഞ്ഞ് 10ാമത്തെ ദിവസത്തിന് ശേഷം ആണ് നമ്മൾ ഈ ടെസ്റ്റ് ഐഡിയൽ ടൈം ഫോർ ഡൂയിങ് ദിസ് ടെസ്റ്റ്. ഗർഭാശയം എടുത്തു കളഞ്ഞ ആൾക്കാർക്ക് ചിലപ്പം ക്യാൻസർ കൊണ്ടാവാം, അല്ല വേറെ എന്തെങ്കിലും കാരണവശാൽ ഗർഭാശയം എടുത്ത സ്ത്രീകൾക്ക് ക്യാൻസർ കൊണ്ട് മാത്രമാണ് അത് ഗർഭാശയം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാത്രം ഈ ടെസ്റ്റ് ചെയ്താൽ മതി. WHO നിർദ്ദേശപ്രകാരം 30 വയസ്സിന് ശേഷം മാറ്റുകയും അതിനെ നമ്മൾ കൂടുതൽ പഠിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ അത് ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ കണ്ടുപിടുത്തവും ആവും, ട്രീറ്റ്മെൻറ്റും ആവും. പ്രത്യേകിച്ച് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട. ഗർഭാശയഗള ക്യാൻസറിൻ്റെ ലേറ്റ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഗർഭാശയം എടുത്ത് കളയേണ്ടി വരും. അതിൻ്റെ കൂടത്തിൽ ചിലപ്പോൾ റേഡിയേഷൻ എടുക്കേണ്ടി വരും, ഉള്ളിലോട്ടുള്ള റേഡിയേഷൻ എടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ കൂടുതലായിട്ടുള്ള നമ്മുടെ ചികിത്സാ രീതി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടി വരും. അത് മാറ്റാനും അല്ലെങ്കിൽ അത് കുറയ്ക്കാനും വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ടെസ്റ്റാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ്. കോശങ്ങൾക്ക് വളരെ ക്യാൻസർ ആവുന്നതിന് മുമ്പ് പല സ്റ്റേജസിൽ കൂടാണ് ഈ കോശങ്ങൾ ക്യാൻസർ ആവുന്നത്. ആ ചേഞ്ചസ് വളരെ നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് ഈ ടെസ്റ്റുകൾ ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പം നിങ്ങളിപ്പം ഇത് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കോശങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ബയോപ്സി എടുത്താൽ അത് കൂടുതൽ പേർക്കും അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. പിന്നെ എന്തൊക്കെയാണ് ഗർഭാശയഗള ക്യാൻസറിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? സാധാരണ എല്ലാ സ്ത്രീകളും പറയും നമുക്ക് വെള്ളപ്പോക്കിൻ്റെ അസുഖമുണ്ടെന്ന്. വെള്ളപ്പോക്കിൻ്റെ അസുഖം ഡോക്ടറെ കണ്ട് വെള്ളപ്പോക്കിൻ്റെ അസുഖത്തിന് ചികിത്സ എടുത്തതിന് ശേഷവും നമുക്ക് വെള്ളപ്പോക്ക് നിൽക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഇൻട്രാക്റ്റബിൾ ലൂക്കോറിയ എന്ന് പറയുന്നതിന് എന്നുവെച്ചാൽ വെള്ളപ്പോക്ക് ചികിത്സിച്ചിട്ടും പലതരത്തിലുള്ള ചികിത്സകൾ എടുത്തിട്ടും മാറാതെ നിൽക്കുന്ന വെള്ളപ്പോക്ക് ഇതിൻ്റെ ഒരു സിംറ്റമാണ്. വെള്ളപ്പോക്കുള്ള സ്ത്രീകൾ ഏതായാലും ഈ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ബ്ലീഡിങ്, നമ്മൾ ശാരീരബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതും ഇതിൻ്റെ ഒരു ലക്ഷണമാവാം. അപ്പോൾ ഈ പരിശോധന നടത്തിയത് നമ്മൾ അല്ലാന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അവിടെയുള്ള പീരീഡ്സിന് ഇറഗുലറായിട്ടുള്ള പീരീഡ്സ് സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ്, ഇത് കൂടാതെ നമുക്ക് അവിടെ വജൈനയിലോ അല്ലെങ്കിൽ സെർവിക്സിൻ്റെ സ്ഥലത്തോ ഉണ്ടാകുന്ന അൾസറുകൾ, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ലക്ഷണമാണോ എന്ന് ലക്ഷണമല്ല എന്ന് ഉറപ്പുവരുത്തി ഈ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ലക്ഷണമല്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. ഗർഭാശയഗള ക്യാൻസർ ചെയ്യേണ്ട സമയം പറഞ്ഞല്ലോ, പീരീഡ്സിൻ്റെ 10th ഡേ കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് ഇന്നിവിടെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഗർഭാശയം എടുത്ത് കളഞ്ഞ ക്യാൻസർ കൊണ്ടാണ് ഗർഭാശയം എടുത്ത് കളഞ്ഞെങ്കിൽ അവർക്ക് ഈ ടെസ്റ്റ് ചെയ്യാം, സെർവിക്സ് അവിടെ ഉണ്ടെങ്കിൽ. അല്ലാത്തവർ ഈ ഗർഭാശയം ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഐഡിയലി ഞാൻ പറഞ്ഞല്ലോ 60-65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നമുക്ക് ആ ഒരു പൊസിഷനിൽ കിടക്കാൻ പറ്റുന്നവർക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പിന്നെ സ്ത്രീകൾ എല്ലാവരിലും ഒരാൾക്ക് സ്ഥാനാബോധമുണ്ട്. അതേപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാബോധം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും